ഹായ്, വെൽക്കം ടു ലേണിനോ. ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ മോഡ്യൂൾ 7 വരുന്ന MCQs ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മോഡ്യൂൾ 7 മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണുള്ളത്. ഇതിൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. Question number 1. Which force is required to move the pointer from zero position in an indicating instrument? Options are option A controlling force, option B deflecting force, option C air friction damping and option D eddy current damping. അപ്പോൾ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ പോയിന്ററിനെ സീറോ പൊസിഷനിൽ നിന്ന് മൂവ് ചെയ്യിക്കുന്ന ഫോഴ്സ് ഏതാണ്? ഇപ്പോൾ അനലോഗ് ഇൻസ്ട്രുമെൻസിൻ്റെ കേസിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോർക്സ് അല്ലെങ്കിൽ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്നത് പോയിന്ററിനെ സീറോയിൽ നിന്ന് മൂവ് ചെയ്യിക്കാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് ഏതാണെന്നാണ്. ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാരണമാണ് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റിലെ പോയിന്റർ സീറോയിൽ നിന്നും മൂവ് ചെയ്യുന്നത്. എന്താണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ദ ടോർക്ക് required to move the pointer over a calibrated scale. ഇപ്പം ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൂടാതെ മറ്റ് രണ്ട് ടോർക്ക് കൂടിയുണ്ട്. ഏതൊക്കെയാണ്? കൺട്രോളിംഗ് ടോർക്ക് ഉണ്ട്, ഡാമ്പിംഗ് ടോർക്ക് ഉണ്ട്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കൺട്രോളിംഗ് ടോർക്കിനെയും ഡാമ്പിംഗ് ടോർക്കിനെയും അതുപോലെ തന്നെ ആ സിസ്റ്റത്തിൻ്റെ ഇനേർഷ്യയെയും ഓവർകം ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഇപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്ററിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ടോർക്കാണ്. അതായത് കൺട്രോളിംഗ് ടോർക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ പോയിന്റർ ഡിഫ്ലക്റ്റ് ചെയ്ത് ഫാസ്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഫൈനൽ സ്റ്റേറ്റിൽ ഇരിക്കാതെ സ്വിങ് ചെയ്ത് ഒരു ഇൻഡെഫിനിറ്റ് ഡിഫ്ലക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കാണ് ആ ഒരു നമുക്ക് ഏത് ക്വാണ്ടിറ്റി ആണോ മെഷർ ചെയ്യേണ്ടത് അതിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു ഡെഫിനിറ്റ് വാല്യൂവിൽ ഈ പോയിന്ററിനെ നിർത്തുന്നത്. ഇനി അടുത്തത് വരുന്നത് ഡാമ്പിംഗ് ടോർക്കാണ്. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പോയിന്റർ എപ്പോഴും അതിൻ്റെ ആ ഒരു ഫൈനൽ റെസ്റ്റിൽ എത്തുന്നതിന് തൊട്ട് മുന്നേ ഈ പോയിന്റിന് ഓസിലേഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഡ്യൂ ടു ഇനേർഷ്യ അവിടെ ഓസിലേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഓസിലേഷൻസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിംഗ്. ഇതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡാമ്പിംഗ് ഏതാണ്? എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. Question number 2. Which is the position to use the instrument provided with gravity control? Options are option A any position, option B vertical position, option C inclined position and option D horizontal position. അപ്പോൾ കൺട്രോൾ ടോർക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. അതിൽ കൺട്രോൾ സിസ്റ്റത്തിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് കൺട്രോൾ ആണ് ഗ്രാവിറ്റി കൺട്രോൾ. അപ്പോൾ ഈ ഗ്രാവിറ്റി കൺട്രോൾ വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റിനെ ഏത് പൊസിഷനിലാണ് വെക്കേണ്ടത്? വേർട്ടിക്കൽ പൊസിഷൻ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഇൻ ഗ്രാവിറ്റി കൺട്രോൾ ദ സിസ്റ്റം മസ്റ്റ് ബി ഇൻ വെർട്ടിക്കൽ പൊസിഷൻ. ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതാണ് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ താഴെ ഒരു കൺട്രോൾ വെയിറ്റ് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ഈ കൺട്രോൾ വെയിറ്റ് വെച്ചിട്ടാണ് ഇവിടെ കൺട്രോളിംഗ് ടോർക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം ഈ പോയിന്റർ സീറോ പൊസിഷനിലായിരിക്കും. പോയിന്റർ സീറോ പൊസിഷനിലായിരിക്കുന്ന സമയത്ത് കൺട്രോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഹാങ് ചെയ്ത് നിൽക്കുകയായിരിക്കും, താഴേക്ക് ഹാങ് ചെയ്ത് നിൽക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കൺട്രോളിംഗ് ടോർക്ക് സീറോ ആയിരിക്കും. ഇനി ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്ത് പോയിന്റർ സീറോയിൽ നിന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഡിഫ്ലക്ടർ ഇങ്ങനെ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഡിഫ്ലക്ടർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ വെയിറ്റ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുക? വെയിറ്റ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലേ? അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഗ്രാവിറ്റി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ട് ഈ ഒരു വെയിറ്റ്, ഈ കൺട്രോളിങ് വെയിറ്റ് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് അവിടെ കൺട്രോളിങ് ടോർക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺട്രോളിങ് ടോർക്ക് ഇവിടെ വരുന്നത് ഈ ഗ്രാവിറ്റി കൊണ്ടാണ് കൺട്രോളിങ് ടോർക്ക് ഉണ്ടാകുന്നത്. ഇനി ഈ കൺട്രോളിങ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് അല്ലേ? എപ്പോഴാണ് ഇത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിൽ എത്തുന്ന പോയിന്റർ? അതായത് കൺട്രോളിംഗ് ടോർക്ക് TC ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് TD. ആ ഒരു വാല്യൂ വരുന്ന സമയത്ത് പോയിന്റർ അതിൻ്റെ ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂവിലെത്തി സ്റ്റോപ്പ് ആവുന്നു. ഇതാണ് ഒരു ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്.
ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കൺട്രോളിങ് ടോർക്കിൻ്റെ വാല്യൂ, കൺട്രോളിങ് ടോർക്ക് ടി സി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു സൈൻ തീറ്റയാണ്, വേർ കെ ഈസ് ദ ഗ്രാവിറ്റി കോൺസ്റ്റൻറ്റ്. ആൻഡ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ടി ഡി ഈസ് ഗിവൺ ബൈ കെ ടി ഇൻറ്റു ഐ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് കറണ്ടിന് പ്രൊപ്പോർഷണൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് കെ ടി ഇൻറ്റു ഐ, വേർ കെ ടി ഈസ് എ കോൺസ്റ്റൻറ്റ്. ആൻഡ് ഇക്വിലിബ്രിയം, അറ്റ് ഇക്വിലിബ്രിയം ടി സി ഈസ് ഈക്വൽ ടു ടി ഡി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഗ്രാവിറ്റി കൺട്രോളിലെ കറണ്ട് ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐ ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ ഇൻ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം. അപ്പോൾ ഈ സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത് കൊണ്ട് ഇവിടെ ഒരു ഇവിടുത്തെ സ്കെയിൽ എന്ന് പറയുന്നത് നോൺ യൂണിഫോം ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ തീറ്റ കാണിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഈ വെയിറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് വരുന്ന ഈ ഒരു ഇതാണ് തീറ്റ. സോ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. ഇപ്പോൾ ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. സിമ്പിൾ ആൻഡ് ചീപ്പ്, അതായത് സ്പ്രിംഗ് കൺട്രോൾ സിസ്റ്റം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം ഈസ് ചീപ്പ്. അതുപോലെ തന്നെ പെർഫോമൻസ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൾസോ കൺട്രോളിങ് വെയിറ്റിൻ്റെ പൊസിഷനെ വേരി ചെയ്ത് കൺട്രോളിങ് ടോർക്ക് വേരി ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ദ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെമ്പറേച്ചർ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് നോൺ യൂണിഫോം സ്കെയിൽ, അതായത് ഇതിൽ കറണ്ട് ഈസ് പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ്, അതുകൊണ്ട് ഇറ്റ് ഹാസ് എ നോൺ യൂണിഫോം സ്കെയിൽ. അതുപോലെ തന്നെ ഇതിൽ കൺട്രോളിങ് ടോർക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ഗ്രാവിറ്റി, അല്ലേ? ഗ്രാവിറ്റിയാണ് ഈ കൺട്രോളിങ് ടോർക്കിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം വെർട്ടിക്കൽ പൊസിഷനിൽ മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ പ്രോപ്പർ ലെവലിങ്ങും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സീരിയസ് എറേഴ്സ് ഹാപ്പൻ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇത് നമ്മൾ അങ്ങനെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിലോ അല്ലെങ്കിൽ പോർട്ടബിൾ ഇൻസ്ട്രുമെൻസിലോ ഒന്നും ഈ ഒരു ഗ്രാവിറ്റി കൺട്രോൾ സിസ്റ്റം യൂസ് ചെയ്യാറില്ല. ക്വസ്റ്റ്യൻ നമ്പർ 3, what is the name of the scale? Options are option A linear scale, option B Coyer scale, option C extended scale, and option D non-linear scale. Figure is given here, and what is the name of the scale? Scale നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലോവർ പോർഷനിൽ റീഡിങ്സ് ക്രാംഡ് ആയിട്ടാണ് കാണുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ ഡിസ്റ്റൻസ് കൂടുതലാണ്, രണ്ട് റീഡിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഇതേത് സ്കെയിലാണ്, ഏത് ടൈപ്പ് ഓഫ് സ്കെയിലാണ്? ഇറ്റ്സ് എ നോൺ ലീനിയർ സ്കെയിൽ. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. നോൺ ലീനിയർ സ്കെയിലാണ്. അതിലാണ് അടുത്തടുത്ത വാല്യൂസ് തമ്മിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നില്ല. ലീനിയർ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അടുത്തടുത്തുള്ള രണ്ട് പോയിന്റ്സ് തമ്മിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സ്കെയിലിൽ ഫുള്ള് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ലോവർ പോർഷനിലാണെങ്കിലും ഹയർ പോർഷനിലാണെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് വാല്യൂസ് തമ്മിൽ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും ലീനിയർ സ്കെയിലിൽ ഉണ്ടായിരിക്കുക. ദ ഗിവൺ ഫിഗർ ഈസ് ഓഫ് എ നോൺ ലീനിയർ സ്കെയിൽ. Question number 4, what is the purpose of the third terminal provided in an advanced meg ohm meter? Options are option A get higher ohmic value, option B pass the excess voltage to ground, option C pass the excess current to ground, and option D get accurate reading without oscillation. അഡ്വാൻസ്ഡ് മെഗോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? മെഗർ തന്നെയാണ്, അല്ലേ? അപ്പോൾ മെഗറിൻ്റെ തേർഡ് ടെർമിനലിൻ്റെ പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ തേർഡ് ടെർമിനൽ? ഏതൊക്കെയാണ് മെഗറിലെ ടെർമിനൽസ്? ലൈൻ ടെർമിനലുണ്ട്, എർത്ത് ടെർമിനലുണ്ട്, ഗാർഡ് ടെർമിനലുണ്ട്. അപ്പോൾ അതിലെ തേർഡ് ടെർമിനൽ, അതായത് ഗാർഡ് ടെർമിനലിൻ്റെ പർപ്പസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ്? ടു ഗെറ്റ് ആക്യുറേറ്റ് റീഡിംഗ് വിത്തൗട്ട് ഓസിലേഷൻ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ടു ഗെറ്റ് ആക്യുറേറ്റ് റീഡിംഗ് വിത്തൗട്ട് ഓസിലേഷൻ. അപ്പോൾ ഒരു മെഗോമീറ്ററിന് 3 ടെർമിനൽസ് ആണുള്ളത്. ലൈൻ ടെർമിനൽ ഓർ ഹോട്ട് ടെർമിനൽ, എർത്ത് ടെർമിനൽ ആൻഡ് ഗാർഡ് ടെർമിനൽ. ഇതിൽ നമുക്ക് ഏത് കണ്ടക്ടറിൻ്റെ ആണോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ടത് ആ കണ്ടക്ടറിനെ കണക്ട് ചെയ്യുന്നത് ലൈൻ ടെർമിനലിലും എർത്ത് ടെർമിനലിലും ബിറ്റ്വീൻ ആയിരിക്കും. ഇനി ഗാർഡ് ടെർമിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു റിട്ടേൺ സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് അവിടെ സർഫസ് ലീക്കേജ് കറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എഫക്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് ടെർമിനൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർഫസ് ലീക്കേജ് കറൻസ് എന്ന് പറഞ്ഞാൽ അത് ട്രാൻസിയൻറ്റ് കറൻസും ഒക്കെ വരാം. അപ്പോൾ അതിൻ്റെ എഫക്ട്സിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗാർഡ് ടെർമിനൽസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു, അപ്പോൾ ആ ഒരു സർക്യൂട്ടിൽ ഏതെങ്കിലും ഒരു പോർഷൻ്റെ കറണ്ട് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ഗാർഡ് ടെർമിനലിനെ ആ ഒരു പോർഷനിൽ കണക്ട് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു കറണ്ടിനെ അവിടെ ഒഴിവാക്കുന്നു. So guard terminal is used to get accurate reading without oscillation. Question number 5, which instrument is used to measure 1 ohm and below 1 ohm resistance value accurately? Options are option A megohm meter,
ഓപ്ഷൻ ബി മൾട്ടിമീറ്റർ അനലോഗ്, ഓപ്ഷൻ സി ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി സീരീസ് ടൈപ്പ് ഓം മീറ്റർ. 1 ohm ആൻഡ് ബിലോ 1 ohm റെസിസ്റ്റൻസ്, അതായത് ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ സി ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് മെഗോമീറ്റർ. മെഗോമീറ്റർ എന്ന് പറയുന്നത് ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ നെയിം തന്നെ അങ്ങനെയാണ്, മെഗോമീറ്റർ. മെഗാ ഓംസിലുള്ള വാല്യൂസ് ആണ് അത് മെഷർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് മൾട്ടിമീറ്റർ ബിറ്റ്വീൻ 1 ohm ആൻഡ് 10 കിലോ ഓംസ് ആണ് യൂഷ്വലി മെഷർ ചെയ്യുന്നത്. പിന്നെ ഓം മീറ്റേഴ്സ് ആണ് യൂഷ്വലി നമ്മൾ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന 2 ടൈപ്സ് ആണ്, ഷണ്ട് ടൈപ്പ് ആൻഡ് സീരീസ് ടൈപ്പ്. ഇതിൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ളത് ഷണ്ട് ടൈപ്പാണ്. സീരീസ് ടൈപ്പിനെ കഴിഞ്ഞും ആക്യുറേറ്റ് മെഷർമെൻറ്റ് കിട്ടുന്നത് ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ ആണ്. അവർ ആൻസർ ഇസ് ഓപ്ഷൻ സി ഷണ്ട് ടൈപ്പ് ഓം മീറ്റർ മെഷർ 1 ohm and below 1 ohm resistance value accurately. Question number 6. What is the reason for the moving coil meter having uniform scale? Options are: option A, deflecting torque is directly proportional to the current. Option B, deflecting torque is inversely proportional to the current. Option C, deflecting torque is inversely proportional to the square of the current. And option D, deflecting torque is directly proportional to the square of the current. ഇപ്പോൾ ഏതാണ് മൂവിംഗ് കോയിൽ മീറ്ററിന് യൂണിഫോം സ്കെയിൽ വരാനുള്ള റീസൺ? ആൻസർ ഇസ് ഓപ്ഷൻ എ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്. സോ PMMC, അതായത് പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, നമ്മൾ DC മെഷർമെൻറ്റ്സിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞു യൂണിഫോം സ്കെയിലാണുള്ളത്. അതിൻ്റെ റീസൺ ഡിഫ്ലക്ഷൻ തീറ്റ ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ് I. അതുപോലെ തന്നെ PMMCക്ക് ഹൈ ആക്യുറസി ആണുള്ളത്. ബട്ട് ദ കോസ്റ്റ് ഓഫ് PMMC ഈസ് ഹൈ. Question number 7. Which error happens if the energy meter disk rotating continuously on no load? Options are: option A, speed error, option B, phase error, option C, friction error, and option D, creeping error. അപ്പോൾ ലോഡൊന്നും കണക്ട് ചെയ്യാത്തപ്പോഴും എനർജി മീറ്ററിലെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന എറർ, അത് ഏത് എററാണ്? ഓപ്ഷൻ ഡി, ക്രീപ്പിംഗ് എറർ. ഇപ്പോൾ ക്രീപ്പിംഗ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറർ ഇൻ വിച്ച് ദ അലൂമിനിയം ഡിസ്ക് ഓഫ് ദ എനർജി മീറ്റർ റൊട്ടേറ്റ്സ് കണ്ടിന്യൂസ്ലി ഇൻ നോ ലോഡ്. അതായത് നോ ലോഡിലും എനർജി മീറ്റർ സം എമൗണ്ട് ഓഫ് എനർജി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ടൈപ്പ് ഓഫ് എറർ ഈസ് നോൺ ആസ് ക്രീപ്പിംഗ് എറർ. ഇപ്പോൾ ക്രീപ്പിംഗ് എററിൽ നമ്മൾ പ്രഷർ കോയിലിലേക്ക് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്, പക്ഷേ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ദർ ഈസ് നോ കറന്റ് ത്രൂ ദ കറന്റ് കോയിൽ. ഇനി ഈ ക്രീപ്പിംഗ് എററിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ അലൂമിനിയം ഡിസ്കിൽ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ട് 2 ഹോൾസ് ഡ്രില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. 2 diametrically opposite holes are drilled in the disk of the energy meter to prevent creeping. ക്രീപ്പിങ്ങിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ആൻഡ് സം ഓഫ് ദ റീസൺസ് ആർ നോട്ടഡ് ഹിയർ: ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫെറൻസ്, എക്സസീവ് ഫ്രിക്ഷൻ, വൈബ്രേഷൻസ്, സ്ട്രേ മാഗ്നറ്റിക് ഫീൽഡ്, ഫോൾട്ടി കണക്ഷൻസ്, എക്സെട്ര. Question number 8. Which quantity is measured by an electrodynamo type instrument? Options are: option A, power, option B, current, option C, voltage, and option D, resistance. ഇലക്ട്രോഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റി ഏതാണ്? ഇലക്ട്രോഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും AC അല്ലെങ്കിൽ DC, കറൻറ്റ്, വോൾട്ടേജ്, പവർ ഇതെല്ലാം മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ വരുന്നത് വാട്ട് മീറ്ററിലാണ്. ദാറ്റ് ഈസ് the correct answer is option A, പവർ മെഷർമെൻറ്റിനാണ് നമ്മൾ ഇലക്ട്രോഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറൻറ്റ് അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഫിക്സഡ് കോയിൽ, മൂവിങ് കോയിൽ, അങ്ങനെ 2 കോയിൽസ് ഉണ്ട്. ഈ 2 കോയിൽസിനും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്, വോൾട്ടേജ് മെഷർമെൻറ്റ് അല്ല കറൻറ്റ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അതേസമയം പവർ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതിൽ ഒരു കോയിലിൽ കൂടെ ലോഡ് കറൻറ്റ് ഫ്ലോ ചെയ്യും, മറ്റേ കോയിലിൽ കൂടെ വോൾട്ടേജിന്, ആ സർക്യൂട്ടിലെ വോൾട്ടേജിന് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇത്
എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഹാസ് സെയിം ആക്യുറസി ഇൻ ബോത്ത് എ സി ആൻഡ് ഡി സി. എ സിയിലും ഡി സിയിലും യൂസ് ചെയ്താലും സെയിം ആക്യുറസിയാണ് ഉള്ളത്. ആൻഡ് ദ ഡാമ്പിംഗ് യൂസ്ഡ് ഇൻ ദിസ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. Question number 9. Which material is used to make control spring in measuring instruments? Options are option A steel, option B silver, option C tinned copper and option D phosphor bronze. ഇപ്പോൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിലെ കൺട്രോൾ സ്പ്രിങ് ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ഫോസ്ഫർ ബ്രോൺസ്. ഓപ്ഷൻ ഡി ഫോസ്ഫർ ബ്രോൺസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ സ്പ്രിങ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന് ആവശ്യമായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? ദേ ഷുഡ് ബി നോൺ മാഗ്നറ്റിക് ആൻഡ് ദേ ഷുഡ് ബി ഫ്രീ ഫ്രം മെക്കാനിക്കൽ സ്ട്രെസ്, അതായത് പെട്ടെന്ന് പൊട്ടിപ്പോവാനൊന്നും പാടില്ല. അതുപോലെ ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ നടക്കാൻ വേണ്ടിയിട്ട് ദേ ഷുഡ് ഹാവ് എ ലോ റെസിസ്റ്റൻസ്, സഫീഷ്യൻറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് ഓഫ് റെസിസ്റ്റൻസ്. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ നോൺ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആയിട്ടുള്ള സിലിക്കൺ ബ്രോൺസ്, ജർമ്മൻ സിൽവർ, ഇതൊക്കെ നമ്മൾ സ്പ്രിങ് മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫോസ്ഫർ ബ്രോൺസ് ആണ്. Question number 10. Which electrical effect that the single phase energy meter works? Options are option A heating effect, option B induction effect, option C chemical effect and option D electrostatic effect. ഇപ്പോൾ സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഏതാണ്? ഓപ്ഷൻ ബി ഇൻഡക്ഷൻ എഫക്റ്റ്. ഇൻഡക്ഷൻ എഫക്റ്റ് ആണ് സിംഗിൾ ഫേസ് എനർജി മീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ എനർജി മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്, അതായത് എനർജി ഇൻ എ സർക്യൂട്ട് ഓവർ എ ടൈം, അതാണ് എനർജി മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മെഷേഴ്സ് ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്? എനർജിയെ റെക്കോർഡ് ചെയ്യുന്ന യൂണിറ്റ് കിലോ വാട്ട് അവേഴ്സ് ആണ്. കിലോ വാട്ട് അവേഴ്സ്. ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് സിംഗിൾ ഫേസ് എനർജി മീറ്റർ ഈസ് ഇൻഡക്ഷൻ എഫക്റ്റ്. അതായത് ഇതിൽ ഓൾട്ടർനേറ്റീവ് ഫ്ലക്സസ് എഡ്ഡി കറൻസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു. ഈ എഡ്ഡി കറൻസ് തമ്മിൽ ഇൻ്ററാക്ട് ചെയ്തിട്ട് അവിടെ ഒരു ഡ്രൈവിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഡ്രൈവിംഗ് ടോർക്കാണ് ഇതിലെ ഡിസ്കിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ എനർജി മീറ്ററിൽ ഈ ഡിസ്ക് കണ്ടിന്യൂസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഡസൻ ഹാവ് കൺട്രോളിംഗ് ടോർക്ക്, ഡ്രൈവിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ. ആൻഡ് ടു മേക്ക് ദ സ്പീഡ് ഓഫ് റൊട്ടേഷൻ കോൺസ്റ്റൻറ്റ്, ബ്രേക്കിംഗ് മാഗ്നറ്റ് ഈസ് പ്രൊവൈഡഡ്.